ഹലോ പീപ്പിൾ, ദീപൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2024 മാർച്ച് 29 ആഡം വിങ്ങാർഡ് സംവിധാനം ചെയ്ത് തിയേറ്റർ വഴി പുറത്തിറങ്ങിയ ഒരു മോൺസ്റ്റർ യൂണിവേഴ്സൽ ചിത്രമായിരുന്നു ദി ഗോഡ്സില എക്സ് കോങ് ദി ന്യൂ എംപയർ എന്നുള്ള ചിത്രം ഞാൻ തിയേറ്റർ വഴിയാണ് കണ്ടിട്ടുള്ളത്. ശനിയാഴ്ച 7:15 ഷോയ്ക്ക് പോയാണ് കണ്ടത്. ഇവിടെ ഏത് തിയേറ്ററിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏരിസ് പ്ലക്സ് ആണ്, OD 4 ചെയ്ത് കണ്ടത്. 3D ആണ് കണ്ടത്. അപ്പം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. സിനിമ എങ്ങനെ ഉണ്ടെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ സത്യം പറയാല്ലേ ഞാൻ വിചാരിച്ച പോലെ സിനിമ എത്തിയിട്ടില്ല. ഒരു ആവറേജ്, ഒരു ശരാശരി അനുഭവമാണ് എനിക്ക് കിട്ടിയത് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം, കാരണം ഇത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഈ റിവ്യൂയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത്. സിനിമ ഞാൻ പ്രതീക്ഷേൻ്റെ അത്ര എത്തിയില്ല. സംഭവം ടൈറ്റൻസിനെല്ലാം നല്ല വൃത്തി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും കുറഞ്ഞു പോയി. കാരണം വെച്ചാൽ ചില റിവ്യൂസൊക്കെ ഞാൻ കേട്ടായിരുന്നു. എന്ന് വെച്ചാൽ ടൈറ്റൻസിനാണ് ഏറ്റവും കൂടുതൽ ഗംഭീരമായിട്ട് നിൽക്കുന്നത്, അത് ഹ്യൂമൻസിൻ്റെ കമ്മ്യൂണിക്കേഷനൊക്കെ കുറവാണ്. പക്ഷെ അങ്ങനെയല്ല, എനിക്ക് കണ്ടിട്ട് അങ്ങനെയല്ല തോന്നിയത്. ടൈറ്റൻസിനെ മാക്സിമം കുറച്ചാണ് എനിക്കിതിൽ കാണാൻ പറ്റിയത്. പക്ഷേ ആ ഹ്യൂമൻസിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷനൊക്കെ നല്ലതായിരുന്നു. സത്യം പറഞ്ഞാൽ എക്സ്പ്ലനേഷനൊക്കെ അവരെ കമ്മ്യൂണിക്കേഷൻ കിടിലമായിരുന്നു. അത്ര മോശമൊന്നും അല്ല പറയണത്, ഒരുപാട് ഡീറ്റെയിൽസ് കിട്ടിയിരുന്നു. പക്ഷേ അതേപോലെ ഈ ടൈറ്റൻസിനെ നല്ല വൃത്തി കൊണ്ടുവരുന്നു എന്നാണ് എൻ്റെ ആദ്യത്തെ അഭിപ്രായം എന്ന് പറയുന്നത്. പിന്നെ വില്ലന്മാരായ സ്കാറും ഷീമോയും രണ്ടും കൊള്ളായിരുന്നു. പക്ഷേ ഷീമോയെ കൊണ്ട് ലാസ്റ്റ് ക്ലൈമാക്സ് എത്തുമ്പം കൊണ്ട് കളയാണ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കാരണം വെച്ചാൽ സ്കാർ കിങ് നല്ല കൊള്ളാം, ഇല്ലെന്ന് ഞാൻ പറയുന്നത്, മോശമല്ലാത്ത നല്ലൊരു വില്ലൻ തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഷീമോയെ ആദ്യത്തെ സ്ക്രീൻ പ്രസൻസൊക്കെ കാണിച്ചു വന്നപ്പോൾ കോങ് ആക്സ് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ ഫ്രീസിങ് അറ്റോമിക് ബ്രീത്ത് ഉണ്ടല്ലോ, ആ ഫ്രീസിങ് സംഭവം പിടിച്ചിങ്ങനെ നിർത്തുമ്പോൾ ഒത്തൊക്കെ സീനായിരുന്നു സംഭവം. പക്ഷേ ലാസ്റ്റ് കൊണ്ടുവന്നപ്പോൾ ഇവരെല്ലാം കൂടെ കളയാണ് ചെയ്യുന്നത്. കാരണം പെട്ടെന്ന് സിനിമ അങ്ങ് തീർന്നു പോവുകയാണ്. കാരണം വെച്ചാൽ ക്ലൈമാക്സ് ഫൈറ്റെങ്കിലും നല്ല ഗംഭീരമായിട്ട് ഇവർ കൊണ്ടുവയ്ക്കാനുള്ളത്. പക്ഷേ ഫൈറ്റ് എല്ലാം ഉണ്ടെന്ന് തന്നെ പറഞ്ഞത്, ഫൈറ്റ് എല്ലാം ഗംഭീരം തന്നെയാണ്. പക്ഷേ കുറഞ്ഞു പോയി അടി. അതാണ് എൻ്റെ നിരാശ എന്ന് പറയുന്നത്. അതാണ് എനിക്ക് ഇവിടെ ഞാനെന്ന വ്യക്തി പറയുന്ന എൻ്റെ ഒരു സങ്കടം എന്ന് പറയുന്നത്. ഇതിൽ ആക്ഷൻ സീക്വൻസ് കുറഞ്ഞു പോയി. ഫസ്റ്റിലെ സിനിമയെന്ന് പറയുന്നത് ഒരു കൊള്ളാമെങ്കിലും പക്ഷേ അതിൽ ക്ലൈമാക്സ് നല്ല ആക്ഷൻ സീക്വൻസ് കൊടുത്താണ് അവസാനിപ്പിച്ചത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ ആക്ഷൻ സീക്വൻസ് ക്ലൈമാക്സ് കൊണ്ട് പെട്ടെന്ന് അങ്ങ് തീർന്നു പോകും. സ്ക്രീൻ പ്ലേ കുറഞ്ഞു പോയി അവിടെ എത്തിയപ്പോൾ. അതാണ് ഒരു ചേട്ടൻ നേരത്തെ മുമ്പ് റിവ്യൂ ഇങ്ങനെ പറഞ്ഞായിരുന്നു, അതേ അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. ക്ലൈമാക്സ് കൊണ്ട് പെട്ടെന്ന് അങ്ങ് തീർത്തുപോയി. കാരണം വെച്ചാൽ ഈ സിനിമ ഞാൻ കാണുന്നതിന് മുൻപ് ഒരുപാട് റിവ്യൂസും കണ്ടായിരുന്നു. പിന്നെ വാർണർ ബ്രോസിൻ്റെ പരസ്യമല്ലേ, അതും കൂടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അമിത പ്രതീക്ഷ എനിക്ക് വായിപ്പോയി. കാരണം ഞാൻ പ്രത്യേകിച്ച് ഒരു ഭയങ്കര കിങ് കോങ് ഫാനാണ്. കോങ്ങിന് തന്നെയാണ് ഇതിൽ സ്ക്രീൻ പ്രസൻസ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഗോഡ്സിലേക്ക് അത്യാവശ്യം കൊടുക്കണമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നു. അത് കൊടുക്കേണ്ടതായിരുന്നു. കാരണം വെച്ചാൽ ഈ ബിൽഡപ്പൊക്കെ ചെയ്യേണ്ട നല്ല വൃത്തി. സ്കാർ കിങ്ങിൻ്റെ ഒരു KGF ലോകം നമുക്ക് കാണാൻ പറ്റും. അത് സത്യം തന്നെയാണ്. കാരണം വെച്ചാൽ അതിലൊരു ഫീലിങ്സ് എനിക്ക് തോന്നിയായിരുന്നു. അത് എല്ലാ റിവ്യൂസിലും പറയുന്നുണ്ട്, ഞാനും അതുപോലെ തന്നെ പറയുന്നുണ്ട്. കാരണം സ്കാർ കിങ്ങിന് നല്ലൊരു KGF വേൾഡ് കൊടുക്കുന്നുണ്ട്. പക്ഷേ സ്കാർ കിങ് ഷീമോയെ കൺട്രോൾ ചെയ്യണം നിർത്തിക്കുന്നത്. എല്ലാം പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ട്രെയിലറാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ട്രെയിലറിൽ എന്താണ് കണ്ടിട്ടുള്ളത് അതാണ് കഥ. സത്യം പറഞ്ഞ നമ്മൾ അടുത്തുനിന്ന് കിടക്കും എന്ന് എല്ലാവർക്കും അറിയാം. മെയിനായിട്ട് ഈ സിനിമ കാണാൻ പോകുന്നത് ടൈറ്റൻസ് തമ്മിലുള്ള ഫൈറ്റുകളാണ്. പക്ഷേ ആ ഫൈറ്റാണ് അവിടെ കുറഞ്ഞു. ആ ഫൈറ്റാണ് ഇനി നിരാശ വന്നത്. പിന്നെ ഈ തിയേറ്ററിനെ കുറിച്ച് പറയുന്നത് ഏരിസ് പ്ലക്സ് OD 4 കാണാൻ പോയത്. എൻ്റെ ആദ്യത്തെ 3D എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമ. എനിക്ക് ഒരു ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം വെച്ചാൽ എന്താണെന്നോ എനിക്കൊരു തൃപ്തി വന്നില്ല. കാരണം അത്ര എനിക്ക് പക്ഷേ OD 1 കിട്ടിയിരുന്നെങ്കിൽ ഗംഭീരമായിരുന്നു. പക്ഷേ OD 1 ഉണ്ട്, പക്ഷേ രാവിലത്തെ ഷോയ്ക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ലായിരുന്നു. രാത്രി ഒരു കുടുംബത്തോടിരുന്ന് കാണാൻ വേണ്ടിയാണ് ഈ സിനിമ ചൂസ് ചെയ്തെടുത്തത്. അപ്പം നല്ലൊരു തിയേറ്ററിൽ ചെന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ് ഗോഡ്സില എക്സ് കോങ് എന്ന് പറയുന്ന ന്യൂ എംപയർ എന്ന ചിത്രം. അപ്പോൾ ഇതിൽ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആദ്യം ഈ സിനിമ കാണുന്നതിന് മുൻപ് എന്തൊരായാലും ഒരു പോസിറ്റീവ് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ക്യാരക്ടറുണ്ട്, അത് വിട്ട് കളിക്കരുത്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളായിട്ടുള്ള അവകാശങ്ങളുണ്ട്. ചിലപ്പം നിങ്ങളെ തൊട്ടടുത്തിരിക്കുന്ന അയാൾക്ക് ഇഷ്ടപ്പെട്ട് കാണും, അയാൾ നിങ്ങളത് അടിച്ചേൽപ്പിക്കാൻ നോക്കും. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം വേറെ റിവ്യൂ കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് അഭിപ്രായം കാണും. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വിഷമമാണ്, ഇവനും ഇങ്ങനെ പറഞ്ഞേക്കാം ഇഷ്ടപ്പെട്ടതങ്ങനെ. പക്ഷെ അങ്ങനെയല്ല, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ അങ്ങ് പറഞ്ഞോണം. അതിനൊരു ആരെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
അപ്പം ഇത്രയൊക്കെയുള്ള എനിക്ക് സിനിമ ഇത് ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞാണ് എൻ്റെ ഒരു മനസ്സിൽ തോന്നിയ കാര്യമാണ് ഞാൻ ഇപ്പം പറഞ്ഞത്, അതങ്ങ് വിട്ട് കളഞ്ഞാൽ മതി. റിവ്യൂ കണ്ടു കഴിഞ്ഞാൽ എനിക്കൊരു ശരാശരി അനുഭവമാണ് ഈ സിനിമ തന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിൻ്റെ അത്ര എത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പക്ഷേ കൊള്ളാം, സിനിമ കൊള്ളാം. ഇടിയൊക്കെ സെറ്റ് ഇടികൾ തന്നെയാണ്, എല്ലാം മേക്ക് ചെയ്തൊക്കെയാണ്, കിട്ടില്ല മേക്കിങ്ങാണ്. പക്ഷേ ലാസ്റ്റത്തെ ഒരു എൻ ക്രെഡിറ്റ് സീൻസ് അങ്ങനെയൊന്നും ഇല്ല. കുറേ നേരം തിയേറ്ററിൽ തന്നെ ഇരുന്ന് എന്തെങ്കിലും ഉണ്ടാകുന്ന ബാക്കി അതും ഇല്ല സത്യം പറഞ്ഞാൽ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് ഗോഡ്സില എക്സ് കോങ് ദി ന്യൂ എംപയർ എന്നുള്ള സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ തിയേറ്ററിൽ ഇനി ബുക്ക് ചെയ്തവരാണെങ്കിൽ കാണാൻ പോകുമ്പോൾ ഒരു റിവ്യൂ കാണാൻ പോകരുത്. നേരെ ചെന്ന് നല്ലൊരു ഫ്രീ മൈൻഡായിട്ട് ചെന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും സിനിമ ഇഷ്ടപ്പെടും. കാരണം വെച്ചാൽ അമിത പ്രതീക്ഷ വെച്ച് ഒരിക്കലും സിനിമ കാണാൻ പോകരുത്. എനിക്ക് അത്രയും നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ. ഇതെൻ്റെ ഒരു അഡ്വൈസായിട്ട് എടുത്താൽ മതി. കാരണം അത് നിങ്ങളുടെ ഇഷ്ടമാണ് എന്തെടുക്കണ്ടെന്ന്. അപ്പം എന്താണെന്ന് എനിക്കറിയത്തില്ല. ഈ റിവ്യൂ എനിക്ക് തൃപ്തികരമായിട്ടില്ല. കാരണം വെച്ചാൽ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാൻ പറയുമ്പോൾ ഇത് ബാക്കിയുള്ള നെഗറ്റീവായി തോന്നണമല്ലോ. കാരണം വെച്ചാൽ എല്ലാവരും എൻ്റെ അഭിപ്രായം ആയിരിക്കില്ല ബാക്കിയുള്ളൊരു അഭിപ്രായം. പിന്നെ ഒരു കാര്യം കൊണ്ട് എനിക്ക് എടുത്ത് പറയേണ്ടതുണ്ട്, കോങ്ങും ഗോഡ്സിലെ നല്ല വൃത്തി ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ആ മിനി കോങ്ങും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു. പിന്നെ ഒരുപാട് കോമഡി സീൻസൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. സിനിമ ശരാശരിയാണെങ്കിലും അതൊക്കെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം അതൊക്കെ എനിക്ക് നല്ല അധികം ഒരു ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പം ഇത്രയൊക്കെയുള്ള ഗോഡ്സില എക്സ് കോങ് ദി ന്യൂ എംപയർ എന്നുള്ള സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട്.